നമുക്കെല്ലാവർക്കും അറിയാം, യേശുക്രിസ്തുവിൻ്റെ പ്രാദേശികമായ വിളിപ്പേരായിരുന്നു നസറായൻ എന്നുള്ളത്. അതായത് നസറേത്തിൽ വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അന്നത്തെ സമൂഹം അദ്ദേഹത്തെ നസ്രായൻ എന്ന് വിളിച്ചു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ലോകമെങ്ങുമുള്ള മുഴുവൻ ക്രൈസ്തവരും ആ നസ്രേത്തുകാരൻ്റെ അനുയായികളാണ്. എന്നാൽ ഇപ്പോൾ ഇതാ നസ്രേത്തിൽ നിന്ന് പുതിയൊരു ലീഡർ ഉദയം ചെയ്തിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇവാഞ്ചലിക്കൽ സമൂഹത്തിൻ്റെ സംയുക്ത വേദിയായ വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസ് എന്ന സംഘടനയുടെ പുതിയ സെക്രട്ടറി ജനറലായി പാലസ്തീനിയൻ വംശജനായ അറബ് ക്രിസ്ത്യൻ നേതാവ് എത്തുന്നു. യേശുക്രിസ്തു വളർന്ന നസ്രയത്തിൽ ജനിച്ച ബൊട്ടസ് മൻസൂർ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുമ്പോൾ അത് കേവലം ഒരു നേതൃത്വ മാറ്റം മാത്രമല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു ചരിത്രപരമായ തീരുമാനമാണ്. ക്രിസ്തു വളർന്ന മണ്ണിൽ സംഘർഷങ്ങൾക്കും ദുരിതങ്ങൾക്കുമിടയിൽ തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹമുണ്ട്. ജീവനുള്ള കല്ലുകൾ എന്നാണ് പാലസ്തീൻ ക്രിസ്ത്യാനികളുടെ വിളിപ്പേര്. അവരിൽ നിന്നൊരാൾ ആഗോള ക്രൈസ്തവ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് എത്തുന്നത് ഈ സമൂഹത്തിൻ്റെ ശബ്ദം ലോകത്തിനു മുൻപിൽ എത്തിക്കാൻ സഹായിക്കുമെന്ന് ഒരു വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ നിയമനത്തിൻ്റെ പ്രാധാന്യവും ആരാണ് ബൊട്ടസ് മൻസൂർ എന്നും എന്താണ് വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസ് എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസ് ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷ സംഘടനകളിൽ ഒന്നാണ്. 150ഓളം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 60 കോടിയിലധികം വരുന്ന ഇവാഞ്ചലിക്കൽ വിശ്വാസികളെയാണ് ഈ പ്രസ്ഥാനം പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തോളം നീണ്ടുനിന്ന ആഗോള അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ബൊട്ടസ് മൻസൂറിനെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. മുൻ സെക്രട്ടറി ജനറൽ തോമസ് ഷിർമാക്കർ ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടി വന്നത്. സംഘടനയുടെ ദൗത്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും ദീർഘകാല പ്രവർത്തന മികവും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ കാര്യമായി മാറി. 2025 ഒക്ടോബർ അവസാനം ദക്ഷിണ കൊറിയയിലെ സിയോളിൽ നടക്കുന്ന ജനറൽ അസംബ്ലിയിൽ വെച്ച് അദ്ദേഹത്തെ ഔദ്യോഗികമായി ആ സ്ഥാനം ഏൽപ്പിക്കും. ഇനി ആരാണ് ഈ ബൊട്ടസ് മൻസൂർ? 1965 നസറേത്തിൽ ജനിച്ച മൻസൂർ പലസ്തീനിയൻ പാരമ്പര്യമുള്ള ഒരു ഇസ്രായേൽ പൗരനാണ്. ഹൈസ്കൂൾ പഠനകാലത്താണ് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരായ ബൊട്രാസ് എന്നത് അറബി ഭാഷയിൽ പീറ്റർ അഥവാ പത്രോസ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ്. നിയമത്തിലും ഭരണപരമായ കാര്യങ്ങളിലും അദ്ദേഹത്തിനുള്ള അസാധാരണമായ കഴിവ് വളരെ ശ്രദ്ധേയമാണ്. ജെറുസലേം ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം 1993 അദ്ദേഹം ഇസ്രായേൽ ബാർ അസോസിയേഷനിൽ അംഗമായിക്കൊണ്ടൊരു അഭിഭാഷക വൃത്തിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. പിന്നീട് ഹൈഫയിലും നസ്രത്തിലുമൊക്കെ അദ്ദേഹം അഭിഭാഷകനായി ജോലി ചെയ്തിട്ടുണ്ട്. 2009 ഹൈഫ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നോൺ പ്രോഫിറ്റ് മാനേജ്മെന്റിൽ MBAയും അദ്ദേഹം നേടിയിട്ടുണ്ട്. അക്കാദമിക് രംഗത്തുള്ള ഈ നേട്ടങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് അദ്ദേഹം ആത്മീയ രംഗത്ത് വളരെ സജീവമായി ആ കാലഘട്ടത്തിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 1996 നസ്രത്തിലെ ലോക്കൽ ബാപ്റ്റിസ്റ്റ് സഭയുടെ സ്ഥാപകരിൽ ഒരാളായി അദ്ദേഹം മാറി. 2001 സഭാ മൂപ്പനായി ഓർഡൈൻ ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി നസ്രത്ത് ബാപ്റ്റിസ്റ്റ് സ്കൂളിൻ്റെ ജനറൽ ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇസ്രായേലിലെ കൺവെൻഷൻ ഓഫ് ഇവാഞ്ചലിക്കൽ ചർച്ചസിൻ്റെ ചെയർമാനായും ജോർദാൻ, ഹോളിലാൻഡ് എന്നിവിടങ്ങളിലെ ഇവാഞ്ചലിക് കൺവെൻഷൻ അലയൻസിൻ്റെ സെക്രട്ടറിയായും ചെയർമാനായും ഒക്കെ അദ്ദേഹം പല പദവികൾ വഹിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പലസ്തീൻ അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള ലൊസാൻ ഇനിഷ്യേറ്റീവിൻ്റെ കോ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇനി വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറയാം. ഏകദേശം 180 വർഷത്തെ സമ്പന്നമായ ചരിത്രമുള്ള ഒരു സംഘടനയാണ് വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസ്. 1846 ലണ്ടനിൽ 11 രാജ്യങ്ങളിൽ നിന്നുള്ള 800ഓളം ഇവാഞ്ചലിക്കൽ ലീഡേഴ്സ് ഒത്തുചേർന്നാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. വിവിധ സഭകളിൽ ഉൾപ്പെട്ട ക്രൈസ്തവർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു വേദി എന്നുള്ള നിലയിലാണ് ഈ പ്രസ്ഥാനം സ്ഥാപിതമായത്.
1951 വേൾഡ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്ന പേര് ഇതിന് നൽകുകയും അങ്ങനെ ഇത് പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. 2001 വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസ് എന്ന പുനർനാമകരണം ചെയ്യപ്പെടുന്നത്. ലോക ക്രിസ്ത്യൻ കൗൺസിൽ അതായത് WCC ഈ പ്രസ്ഥാനം അംഗമല്ലെങ്കിലും ഒരു സ്ഥിരം ക്ഷണിതാക്കൾ എന്നുള്ള സ്ഥാനം ഈ പ്രസ്ഥാനത്തിനുണ്ട്. വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസ് എന്ന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഐക്യവും പരസ്പര ബന്ധവും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അതുകൂടാതെ ലോകമെങ്ങുമുള്ള സുവിശേഷീകരണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാന ദൗത്യങ്ങളിൽ ഒന്നായിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ നിയമനത്തെക്കുറിച്ച്, ബൊട്രാസിൻ്റെ ഈ നിയമനം ഒരു പുതിയ നേതാവിൻ്റെ സ്ഥാനാരോഹണം എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പലസ്തീനിയൻ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിനെ കുറിച്ച് ലോകമെങ്ങുമുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് വലിയ ചിന്തയൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ അവർ പലപ്പോഴും മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള പ്രശ്നമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ പലസ്തീനിയൻ ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ ആ മണ്ണിൽ ജീവിച്ചു പോരുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ജീവനുള്ള കല്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സമൂഹത്തിൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിരന്തരം അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എപ്പോഴും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ രണ്ട് മതവിഭാഗം മാത്രമേ ഉള്ളൂ എന്ന ചിന്തയാണുള്ളത്. ഇസ്രായേലികൾ അതായത് യഹൂദന്മാർ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പൊതുലോകത്ത് കൊടുത്തിരിക്കുന്ന പൊതുവായ ധാരണ. അതുകൊണ്ട് തന്നെ ലോകമെങ്ങുമുള്ള മുസ്ലിം രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളും ജീവകാരുണ്യ പ്രവർത്തകരും എല്ലാം അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാണ്. എന്നാൽ അവിടെ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ക്രൈസ്തവരുണ്ട്. അവർ നൂറ്റാണ്ടുകളായി അവിടെ പാർക്കുന്നവരാണ്. ഈ കാര്യങ്ങളൊന്നും ആരും പരിഗണിക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സമീപകാലത്തും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ പള്ളികൾ പലതും തകർക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട ചെറിയ വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിരന്തരം അവഗണിക്കപ്പെടുന്നു. ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് യാത്രാ നിയന്ത്രണങ്ങൾ, ഭൂമി പിടിച്ചെടുക്കൽ, വീടുകൾ നശിപ്പിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അവരും നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. ബേത്ലഹേമിൽ താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ജെറുസലേമിലേക്ക് യേശുവിൻ്റെ കല്ലറയൊന്ന് സന്ദർശിക്കണമെങ്കിൽ പോലും അതിന് പെർമിറ്റ് ലഭിക്കാറില്ല. എന്നാൽ മൻസൂറിൻ്റെ നിയമനം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇവാഞ്ചലിക്കൽ സംഘടനയുടെ തലപ്പത്തേക്ക് ഈ സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ വരുമ്പോൾ പലസ്തീനിയൻ ക്രിസ്ത്യാനികൾക്ക് ഒരു ആഗോള ശ്രദ്ധ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ കരുതുന്നത്. അവരുടെ വേദനകളും അവരുടെ വിശ്വാസവും അവർ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളും ലോകത്തെ അറിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൻസൂറിൻ്റെ നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ അനുരഞ്ജന ദൈവശാസ്ത്രമാണ്. സംഘർഷം നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശത്ത് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സമാധാനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് സവിശേഷമായ ആഴത്തിലുള്ള അടിത്തറയുണ്ട്. അനുരഞ്ജനം എന്നത് ഭൂതകാലത്തിലെ ശത്രുതകൾ മാറ്റിവെച്ച് ഭാവിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രക്രിയയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സത്യം, നീതി, ക്ഷമ, സൗഖ്യം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് നാം ഇന്ന് പ്രവർത്തിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ക്രിസ്ത്യൻ സയനിസം പോലെയുള്ള നിലപാടുകൾ പിന്തുടരുന്നവരാണ് ലോകമെങ്ങുമുള്ള ഇവാഞ്ചലിക്കൽ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും. ആ സാഹചര്യത്തിൽ കൂടെ വേണം ഈ ദേശത്തു നിന്നുള്ള ഒരു ക്രിസ്തീയ ലീഡർ ഇവാഞ്ചലിക്കൽ സമൂഹത്തിൻ്റെ പൊതു നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്ത് സമാധാനവും നീതിയും കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ശക്തിയാണ് സുവിശേഷമെന്ന് ബൊട്രസ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ലോകത്തിനു മുൻപിൽ അത് തെളിയിക്കുവാൻ വേണ്ടി താൻ പരിശ്രമിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് പറയുന്നു. സ്വന്തം ദേശത്തിലെ വെല്ലുവിളികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും രൂപപ്പെട്ട ഒരു വ്യക്തിയുടെ ശബ്ദം സമാധാനത്തിനായി ദാഹിക്കുന്ന ലോകത്തിന് പ്രതീക്ഷയുടെ സന്ദേശം നൽകുമെന്നുള്ളതിന് സംശയമില്ല. ഈ പുതിയ നിയമനം പലസ്തീനിയൻ മണ്ണിൽ നിന്നുയരുന്ന ഒരു പ്രവാചക ശബ്ദമാണ്. ഈ ശബ്ദം ലോകമെമ്പാടുമുള്ള ഇവാഞ്ചലിക്കൽ സമൂഹത്തെ അവരുടെ വിശ്വാസം കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കുവാൻ പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സംഘർഷങ്ങളിൽ സമാധാനത്തിൻ്റെ വക്താക്കളായി നിലകൊള്ളുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി ബൊട്രാസിൻ്റെ നിയമനത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ
ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.